10-25 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് താണിശ്ശേരിയിലെ തറവാട്ട് വീട്ടിൽ ഞാൻ ഒരു രാത്രി ഉറങ്ങുന്നത്. അമ്മയും മരിച്ചൊഴിഞ്ഞ് അനാഥമായ ആ വീട്ടിൽ അടുത്തതായി മുറിക്കാൻ അടയാളമിട്ട മരം പോലെ സ്വന്തം ദീർഘനിശ്വാസങ്ങളുടെ ഊഞ്ഞാൽ താളത്തിൽ ഏകനായി ഞാൻ കിടന്നു. ജനിച്ചു വളർന്ന വീടാണ്. ബാല്യ, കൗമാര, യൗവനകാലങ്ങളിലേക്ക് പൊക്കിൾക്കൊടി ബന്ധമുള്ള ഞങ്ങളുടെ വീട്. കാലം അതിന് തന്നെ അപരിചിതനാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ സ്വസ്ഥനായിരുന്നു. നടുമുറിയുടെ തുലാനിൽ അമ്മ തൂക്കാറുള്ള വോയിൽ സാരിയുടെ തൊട്ടിൽ പോലെ ചെറുതും പഴയതുമായ ആ വീട് എന്നെ സുരക്ഷിതമായി പൊതിഞ്ഞു പിടിച്ചു. പുറത്ത് ശബ്ദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. വർഷങ്ങളായി ആൾശല്യമില്ലാത്തതിനാലാവണം പകലിനേക്കാൾ രാത്രി കൂടുതൽ ശബ്ദശബളമായി എനിക്ക് അനുഭവപ്പെട്ടു. എത്രയോ കാലമായി കരയായി രൂപം മാറിയിട്ടും അതിൻ്റെ ഏതൊക്കെയോ നനഞ്ഞ കോണുകളിൽ ഒളിച്ചിരിക്കുന്ന തവളകൾ വീട്ടുപറമ്പിൻ്റെ വയൽ സ്വഭാവത്തെ വിളംബരം ചെയ്തുകൊണ്ടേയിരുന്നു. 10-40 വർഷങ്ങൾ. അന്നത്തെ തവളകളുടെ എത്രാമത്തെ തലമുറയായിരിക്കും ഇപ്പോഴും ഈ സിംഫണി തുടരുന്നത്? തവളകളുടെ ആ സംഗീതം അർദ്ധനിമിഷം കൊണ്ട് എന്നെ ഓർമ്മകളുടെ ദേശത്തേക്ക് കുടിയേറ്റി. രാത്രികളിൽ തവളപിടുത്തക്കാരുടെ പെട്രോമാക്സ് വെളിച്ചം ചുമരുകളിൽ തീർക്കുന്ന നിഴൽ ചിത്രങ്ങൾ കണ്ട് പാതി ഭയന്നും പകുതി കൗതുകപ്പെട്ടും അമ്മയുടെ അടിവയറ്റിലേക്ക് ചുരുണ്ട ഇത്തിരി കുഞ്ഞനായി പൊടുന്നനെ ഞാൻ. എത്ര കൃത്യതയാണ് ശബ്ദങ്ങൾക്ക്! ഉണങ്ങിപ്പോയ തെങ്ങിൻ്റെ മണ്ടയിലിരുന്ന് മൂളുന്ന ആ കൂമൻ, തെക്കേപ്പറമ്പിൽ രാമേട്ടൻ്റെ അതിരിലെ ആ കാരമരത്തിൽ നിന്ന് ഒരു നെടുള്ളാൻ, മഴത്തുള്ളി ഈഴും പോലെ ശബ്ദമുണ്ടാക്കുന്ന ആ മരത്തവള, ഏതോ വിദൂരതയിൽ ഒരു നായയുടെ മോങ്ങൽ മാത്രമാണ് പുതിയതായി. ഒരമ്മയും 2 മക്കളും സന്തോഷത്തോടെ വളർന്ന വീടാണ്. അവർ പരസ്പരം അഭയവും കരുതലുമായി ജീവിച്ചു പോന്ന ഒരിടം. സ്നേഹവും സങ്കടങ്ങളും ആനന്ദഘോഷങ്ങളും ഇടകലർന്ന് നിറഞ്ഞ ഒരു വീട്. ആളുകൾ മരിച്ചുപോയ വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ അഹന്തയിൽ ഇന്നുവരെ ആരും മരിക്കാത്ത വീട്ടിൽ താമസിക്കുന്നവരെ അപേക്ഷിച്ച് ഒരു ഇടിവ് സംഭവിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യജീവിതത്തിൽ സകലതും നശ്വരമാണെന്നും വീട് എന്നത് വിട്ടുപോകാനുള്ള ഒരിടം മാത്രമാണ് എന്നും അത് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഹന്തയെന്ന് തെറ്റിദ്ധരിക്കാവുന്ന വിധം നിഷ്കർഷയോടെയാണ് അച്ഛനും അമ്മയും വീട് പണിതത്. മുൻകട്ടിള മൂത്ത പ്ലാവിൻ്റെ തടിയിൽ തന്നെ വേണമെന്ന് അമ്മ രാജനാശാരിയോട് ശഠിച്ചു. മുൻവാതിൽ പലകയിൽ അന്നത്തെ ഫാഷനായ വട്ടങ്ങൾ കടഞ്ഞത് വേളയിൽ ചന്ദ്രേട്ടൻ്റെ പണിക്കാരനാണ്. മൊസൈക്കിൽ ചിപ്സ് കുറയരുത് എന്ന് മിക്സ് ചെയ്യുന്ന നേരത്ത് അമ്മ എന്നെക്കൊണ്ട് മേൽനോട്ടം ചെയ്യിച്ചു. ആ ഒറ്റപ്ലാവിൻ്റെ മുൻവാതിലിലൂടെയാണ് അച്ഛൻ്റെ ജഡം ചിതയിലേക്കെടുത്തത്. ചിപ്സ് കുറയാതെ പണിത് പോളിഷിട്ട ആ തറയിലാണ് അമ്മയുടെ ചുള്ളിക്കമ്പ് പോലെ മെലിഞ്ഞ മൃതശരീരം ഒരു രാത്രി മുഴുവൻ കിടന്നത്. എൻ്റേത് എന്ന് അഭിമാനത്തോടെ ഞാൻ ആദ്യമായി സ്വന്തമാക്കിയ മുറിയാണ് രോഗിയായ അമ്മയ്ക്ക് വീൽചെയർ ഉരുട്ടുവാൻ പാകത്തിൽ കക്കൂസായി രൂപാന്തരം ചെയ്തത്. അത്രയേ ഉള്ളൂ കാര്യം. കാലത്തിന് കലക്കിക്കളയാൻ എളുപ്പമായ ഒരു ചെറിയ മൺതിട്ടയിലാണ് മനുഷ്യരുടെ ഗർഭിൻ്റെ കോട്ടകൾ പണിതീർക്കപ്പെട്ടിട്ടുള്ളത്. അച്ഛനും അമ്മയും മരിച്ചൊഴിഞ്ഞ വീട്ടിൽ, സഹോദരങ്ങൾ വഴിപിരിഞ്ഞ് വെവ്വേറെയായി പോയ വീട്ടിൽ ഏകനായി ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നോളം അനാഥമായ ഒരു പഴയ മരക്കട്ടിൽ ഞാൻ പുതിയതായി വാങ്ങിയ 750 രൂപയുടെ ഒരു മെലിഞ്ഞ കോസടിയിൽ ഞാൻ കിടക്കുകയാണ്. ഉത്സവപ്പിറ്റേന്നത്തെ ഒരു വനക്ഷേത്ര പരിസരം പോലെ വന്യമായ ശൂന്യത നിറഞ്ഞ എൻ്റെ വീട്. എവിടെയാണെല്ലാവരും? അച്ഛൻ്റെ ചുമക്ക് പിന്നാലെ പൊങ്ങുന്ന ചാമിനാർ സിഗരറ്റിൻ്റെ മണം എവിടെ? ഉപ്പുമാവുണ്ടാക്കിയ ചീനച്ചട്ടിയുടെ അടിവരണ്ടി അതിന് കൊതിച്ചു നിൽക്കുന്ന എനിക്ക് തരുന്ന അമ്മ എവിടെ? തൊഴുത്തിലെ പശുക്കൾ, പച്ചപ്പരുത്തിക്കുരുവിൻ്റെ മണം, കറ്റ മെതിക്കുകയും ഓലമടയുകയും ചെയ്യുന്ന നിലാവുള്ള രാത്രികൾ,
അമ്മൂമ്മക്കുള്ള ആട്ടിൻകാൽ സൂപ്പ് എരുമനെയ്യിൽ താളിക്കുന്നതിൻ്റെ കൊതിമണം, പേട്ടത്തെങ്ങിൻ്റെ ചുവട്ടിൽ മോറാൻ കൂട്ടിയിട്ട പാത്രങ്ങൾ, ഈർക്കിൾ ചൂലുകൊണ്ട് പെങ്ങൾ മുറ്റത്ത് വരയുന്ന ഡൂഡിൽ ചിത്രങ്ങൾ, തെങ്ങിൽ ഇടിച്ചു ചതച്ച് പപ്പാതി പങ്കുവച്ച ചെനച്ച മൂവാണ്ടൻ മാങ്ങകൾ, എവിടെ പോയി എല്ലാം? എവിടെ ചിത്രഗീതമോടുന്ന ആ ഒനിഡ TV? കാൽ കയറ്റി വെക്കുന്നതിനെപ്പോഴും അമ്മ അരിശപ്പെടുന്ന ആ ഒറ്റക്കാൽ ടീപ്പോയ്? എവിടെ ആഴ്ചക്കുറി വെച്ച് വാങ്ങിയ ആ സോഫ കം ബെഡ്? എവിടെ വീടകം നിറഞ്ഞു നിന്നിരുന്ന പൊട്ടിച്ചിരികൾ, ചുവരുകൾ കാതുപൊത്തിയ പൊട്ടിത്തെറികൾ? എവിടെ? എല്ലാം പോയിരിക്കുന്നു. കാലം അതിൻ്റെ മാന്ത്രിക ദണ്ഡിനാൽ സകലതിനെയും മാച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മനുഷ്യരുണ്ട് മരിച്ചവർ. എല്ലാം പോകുവാനുള്ളതാണ്. ഒരു അതിവേഗ തീവണ്ടിയിലെ ജാലക കാഴ്ചകൾ പോലെ എല്ലാം നൊടി നേരം കൊണ്ട് പിന്നിലേക്ക് മറയാനുള്ളതാണ്. ജീവിതമെന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ ഈ കുറിപ്പ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മനുഷ്യജീവിതം എന്നത് അതീവ ഹ്രസ്വമാണ് എന്നും അതിൻ്റെ ഒരു തരിമ്പും നഷ്ടമാകാതെ അനുഭവിക്കുക എന്നതുമാണ് നമുക്ക് ചെയ്യാനാകുന്ന കാര്യം എന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എഴുത്ത്. പ്രിയരെ, ഒന്നും നാളേക്ക് വയ്ക്കാതിരിക്കുക. മരിച്ചുപോയവരോട് നമുക്ക് മാപ്പപേക്ഷിക്കുക അസാധ്യമാണ്. മരിച്ചുപോയവരെ സ്നേഹിക്കുക എന്നതും ഒരു ഫലരഹിത പ്രവൃത്തിയാണ്. രോഗവും വാർദ്ധക്യവും മരണവും നേരിട്ടറിഞ്ഞപ്പോഴാണ് ലുംബിനിയിലെ രാജകുമാരനിൽ ബോധോദയമുണ്ടായത്. ഒരുവിധം നോക്കിയാൽ നമ്മിൽ ഓരോരുത്തരിലും എത്രയോ മടങ്ങുണ്ട് ബുദ്ധന്മാർ. മറന്നു കളയൂ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ. നിങ്ങളെ വേദനിപ്പിച്ചവരോട് മനസ്സറിഞ്ഞ് പൊറുക്കൂ. അഹന്തയുടെ പൊയ്ക്കാലുകൾ അഴിച്ചുവെച്ച് ലാളിത്യത്തിൻ്റെ സമതലങ്ങളിലേക്ക് ദയവായി ഇറങ്ങി വരൂ. വൈരാഗ്യങ്ങളുടെ വിഷക്കുപ്പായങ്ങൾ ഉപേക്ഷിച്ചു കളയൂ. ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നവരിൽ നാളെ ഉണരാതെ പോകുന്നവർ എത്രയുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. അവരോട് തെറ്റു ചെയ്തവർ, അവർ മാപ്പു പറയേണ്ടവർ, അവരെ അപമാനിച്ചവർ, അവരാൽ അപമാനിക്കപ്പെട്ടവർ, അവരെ സ്നേഹിച്ചവർ, അവർ ചതിച്ചവർ, എത്ര കണക്കുകൾ. ഒരു മരണം എന്തിനെയൊക്കെ റദ്ദു ചെയ്യുന്നു എന്ന് ഒരു നിമിഷം ആലോചിക്കുക. അതുകൊണ്ട് ഓരോ നിമിഷവും നഷ്ടമാകാതെ ജീവിക്കൂ. ജീവിതത്തിൻ്റെ ഓരോ അല്ലിയും ആസ്വദിച്ചനുഭവിക്കൂ. ചിത്രപ്പണികൾ കൊത്തിയ മുൻവാതിലിലൂടെ മൃതദേഹമായി തെക്കോട്ടിറക്കും മുമ്പ്, വെറും ശരീരമായി സർവീസ് ലിഫ്റ്റിലൂടെ താഴോട്ടിറങ്ങും മുൻപ് ദയവായി ജീവിക്കൂ. സകലതും പോകുവാനുള്ളവ തന്നെയാണ്.